അതിനെ ഇതുകൂട്ട് 1000 സിനിമ ഇറങ്ങിയാൽ 1000 പൃഥ്വിരാജ്മാർ വിചാരിച്ചാൽ RSSന് ഒരു കോപ്പും ചെയ്യാൻ കഴിയും. എന്തിന് മോഹൻലാലിനോട് നമ്മൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ ക്ഷമാപണം പറയാം? മോഹൻലാൽ എന്തിനാ ക്ഷമാപണം നടത്തിയത്? ഈ സിനിമ കാണണ്ട എന്ന് ഏതൊരു സമയത്ത് BJP പറഞ്ഞിട്ടുണ്ട്. ഗോകുലം ഗോപാലനെ അന്വേഷണം നിർത്തിവെക്കാൻ പറ്റില്ല. അതിന് ഇടപെടേണ്ട കാര്യമില്ല. വിട്ട് പേടിപ്പിക്കേണ്ട കാര്യമില്ല. പിടിച്ചോണ്ട് പോയപ്പോൾ ഈ എമ്പുരാൻ സിനിമ ഇറങ്ങി ഉടനെ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഈ ചോദ്യം ചെയ്തു. ഈ സിനിമ ഇറങ്ങുന്നതിനൊക്കെ ദിവസങ്ങൾക്കല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇനിഷ്യേറ്റ് ചെയ്ത കേസ് 2 പേർക്കെതിരെ ഉണ്ട്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് വിളമ്പുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ TP51 ലെഫ്റ്റിലൊന്നും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ നടത്തുന്ന ഒരു ഇതാണ് കേന്ദ്രം ED വിട്ട് അന്വേഷിപ്പിക്കുന്നു ഈ ലൂസിഫർ സിനിമയായിട്ട് ബന്ധപ്പെട്ട്. അതായത് കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ ഒരു സിനിമയോ എന്തെങ്കിലും ഇറക്കിയാൽ ED വിട്ട് ഒരു റെയ്ഡ്, അതായത് ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ നോട്ടീസ് കൊടുക്കുന്നു, പൃഥ്വിരാജിന് നോട്ടീസ് കൊടുക്കുന്നു, ഗോകുലം ഗോപാലിൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നു, ഓഫീസ് റെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ കേന്ദ്രത്തിനെതിരെ ആരാണെങ്കിലും ഒരു ED വിട്ട് പേടിപ്പിക്കുക എന്നൊരു വാദമുണ്ടോ? ED വിട്ട് പേടിപ്പിക്കേണ്ട കാര്യമില്ല. പിടിച്ചോണ്ട് പോയാൽ പോരെ. ഈ എമ്പുരാൻ സിനിമ ഇറങ്ങി ഉടനെ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഈ ചോദ്യം ചോദിച്ചു. 2002 ഈ ഗോകുലം ഗോപാലിനെതിരെയുള്ള ECR രജിസ്റ്റർ ചെയ്തേക്കുന്നത്. റെയ്ഡ് എപ്പോൾ നടന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ 2002 മുതൽ ഗോകുലം ഗോപാലിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഒരു സിനിമ ഇറങ്ങി എന്നതിൻ്റെ പേരിൽ ഗോകുലം ഗോപാലിനെതിരെ അന്വേഷണം നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ. അതിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. 2002 നടന്ന കേസ് എന്തുകൊണ്ട് അപ്പോൾ റെയ്ഡ് നടന്നിട്ടുണ്ട്. തുടർന്ന് അവർക്കവരുടെ അന്വേഷണത്തെ അയാളിൽ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ ഇവിടെ ഇറങ്ങി എന്നതിൻ്റെ പേരിൽ അവരുടെ അന്വേഷണം അവർക്ക് റെയ്ഡ് നടത്തേണ്ട സമയത്ത് മാറ്റിവെക്കാൻ പറ്റും. മാത്രമല്ല അവർക്ക് നിർണായകമായ രേഖകൾ ആവശ്യമുള്ള സമയത്തല്ലേ റെയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് സിനിമ ഇറങ്ങിയതിൻ്റെ പേരിൽ ഒരുപക്ഷെ അങ്ങനെ സംശയിക്കാം. തിരിച്ചെന്ന് പറഞ്ഞു ഒരു റെയ്ഡ് സാധ്യതയുള്ളൊരു സമയത്ത് ഇവരുടെ സിനിമ ഇറക്കി വിട്ടപ്പോൾ അതിൻ്റെ പേരിലാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവർ ആ സിനിമയിൽ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചതെന്ന് തോന്നിയാലോ. ഗോകുലം ഗോപാലനെ മാറ്റിയെടുത്തിട്ട് പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരിനെതിരെ ED റെയ്ഡ് അവർക്കുണ്ടൊരു കേസ്. 2 പേർക്കും കേസുണ്ട്. ഇതിപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിനൊക്കെ ദിവസങ്ങൾക്കല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇനിഷ്യേറ്റ് ചെയ്ത കേസ് 2 പേർക്കെതിരെ ഉണ്ട്. ആ നോട്ടീസല്ലേ വന്നിട്ടുള്ളൂ. അവർ റെയ്ഡൊന്നും നടത്തിയിട്ടില്ലല്ലോ. ഈ സിനിമ ഇറങ്ങിയപ്പോൾ സംഘപരിവാറിനെതിരെ ഒരു സിനിമ ഇറക്കിയപ്പോൾ തന്നെ ഈ നോട്ടീസ് അയക്കാൻ ആവശ്യമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു അന്വേഷണം നടക്കുന്നതിനിടയിൽ ഇതിനിടയിൽ അവരൊരു സിനിമ ഇറക്കിയതിൻ്റെ പേരിൽ നിലവിലൊരു അന്വേഷണ ഏജൻസിയുടെ നടപടികൾ നിർത്തിവെക്കണോ? അതിന് മറുപടി പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അനുസരിച്ച് സിനിമ ഇറങ്ങിയതിൻ്റെ പേരിലാണ്. അല്ല, അതെനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. രേഖകൾ സഹിതം ഞാൻ ECR ഡീറ്റെയിൽസ് തന്നെ ഞാൻ തരാം. അവർക്ക് മുമ്പ് ഈ കേസിൽ 2002 മുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണപരമായ റെയ്ഡ് നടന്നു. ആ റെയ്ഡ് ഈ സിനിമയോടനുബന്ധിച്ച് വന്നപ്പോൾ ഇത് സംഘപരിവാറിനെതിരെ സിനിമയും പറഞ്ഞുകൊണ്ടാണെന്ന് നിങ്ങൾ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഈ സിനിമ കാണണ്ട എന്ന് ഏതൊരു സമയത്ത് BJP പറഞ്ഞിട്ടുണ്ട്. അത് കാണേണ്ടവർക്ക് കാണാം, കാണേണ്ടവർക്ക്. ഇതുകൊണ്ട് ഒരു സിനിമ ഇറക്കിക്കൊണ്ട് ഇല്ലാതായി പോകുന്ന ഒരു പ്രസ്ഥാനമാണോ RSS? 100 വർഷത്തെ പാരമ്പര്യമുള്ള RSSന് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് 1.5 വർഷത്തെ പരിചയമുള്ളൂ. ആ 1.5 വർഷത്തെ പരിചയം കൊണ്ട് പറയാമല്ലോ, ഇതുകൂട്ട് 1000 സിനിമ ഇറങ്ങിയാൽ RSSനൊരു ചുക്ക് സംഭവിക്കില്ല. കാരണം അത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ രാജ്യ താല്പര്യത്തെ മുൻനിർത്തി നിൽക്കുന്നൊരു സംവിധാനമാണ്. അതിനെ ഇതുകൂട്ട് 1000 സിനിമ ഇറങ്ങിയാൽ 1000 പൃഥ്വിരാജ്മാർ വിചാരിച്ചാൽ RSSന് ഒരു കോപ്പും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ സിസ്റ്റം അതാണ്, അതിൻ്റെ അച്ചടക്കം അതാണ്. RSSന് അങ്ങനെ ഒന്നും സംഭവിക്കില്ലേ? എന്തുകൊണ്ടാണ് പടം പിരിച്ചെടുത്തിട്ട് ഒരു 17 സീൻ കട്ട് ചെയ്തതിനാണ്? ഞങ്ങളാരും പറഞ്ഞോ സീൻ കട്ട് ചെയ്യാൻ? സെൻസർ ബോർഡ് പറഞ്ഞോ? ഇല്ല. അവർക്ക് തന്നെ സ്വയം തോന്നി ഇത് തെറ്റാണ്. എവിടെയെങ്കിലും സിനിമയ്ക്ക് ഒരു ആക്രമണം നടന്നോ? ഇല്ലല്ലോ. ഇത് കണ്ടിറങ്ങിയ വ്യക്തികൾ പലരും അഭിപ്രായപ്പെട്ടു. എന്തിന് മോഹൻലാലിനോട് നമ്മൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ ക്ഷമാപണം പറയാൻ? മോഹൻലാൽ എന്തിനാണ് ക്ഷമാപണം നടത്തിയത്? ലാലേട്ടനെ പോലെ ഇത്ര സീനിയർ ആയിട്ടുള്ള ഒരു നടന് അത് കണ്ടിട്ട് അദ്ദേഹത്തിന് തന്നെ തോന്നിയത് തെറ്റാണ്. വെരി ഫസ്റ്റ് ഡേ ഇറങ്ങിയതിൻ്റെ 1ാമത്തെ ദിവസം തന്നെ ലാലേട്ടൻ പറഞ്ഞു ഇതിനകത്ത് അദ്ദേഹം അറിയാത്ത അത്രയും ഇത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞില്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം ഓപ്പണായിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. ഏതെങ്കിലും സംഘപരിവാർ സംഘടനകളോ BJPയോ ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞോ? ആ എഡിറ്റ് ചെയ്യണമെന്ന് സംഘപരിവാർ തീരുമാനിച്ചാൽ ഈ പടം പുറത്തിറങ്ങില്ലല്ലോ. ഈ പടം പുറത്തിറങ്ങാൻ അവിടെ ഈ സംഘപരിവാറിൻ്റെ സംവിധാനത്തിൽ ഇപ്പോൾ ഈ പടം പ്രദർശിപ്പിക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചാൽ കഴിയില്ല. അങ്ങനെ വല്ലതും ചെയ്തോ? ഇല്ലല്ലോ. BJP കത്ത് കൊടുത്തോ? സെൻസർ ബോർഡിനോട് ഇത് അടിയന്തരമായി പണം പിൻവലിച്ച് വീണ്ടും സെൻസർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടില്ല. അവർക്ക് തന്നെ സ്വയം തോന്നി, പ്രൊഡ്യൂസർക്കും അതിൻ്റെ മേക്കേഴ്സിനും തീരുമാനിച്ചു ഇതിനകത്ത് കട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ്?
അത് ഒത്തിരി ആളുകൾക്ക് വേദന ഉണ്ടാക്കുന്നു. അതിന് സത്യവിരുദ്ധമായ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് അങ്ങോട്ടേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു. എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് വിളമ്പുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ TP51 ലെഫ്റ്റിലൊന്നും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അന്ന് ഈ പടം പ്രദർശിപ്പിക്കാൻ അനുവദിക്കാതെ എന്ത് ബഹളമായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ. ഒരു സൈഡിൽ മാത്രമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം, പൃഥ്വിരാജിനെ കാണുമ്പോൾ മാത്രമുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്തിനാണ് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി സ്വന്തം പേര് മാറ്റാൻ പറഞ്ഞത്? സുരേഷ് ഗോപി എമ്പുരാൻ സിനിമയിൽ എന്തുകൊണ്ടാണ് പേര് മാറ്റാൻ പറഞ്ഞത്? അദ്ദേഹത്തിന് ആ സിനിമ കണ്ടിട്ട് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ ആളുകളുടെ റെസ്പോൺസിൽ നിന്നും പാർട്ടിയോടും സംഘപരിവാർ സംഘടനകളോടും രാജ്യത്തോടും ചേർന്ന് നിൽക്കുന്ന അയാൾ ഒരു കേന്ദ്രമന്ത്രിയാണ്. NIA ഉൾപ്പെടെ മോശമാക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ട്. അതിൽ താങ്ക്സ് കേന്ദ്രമന്ത്രിക്കോ? അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ മോശമാക്കുന്ന ഒരു സിനിമയിൽ കേന്ദ്രമന്ത്രിക്ക് നന്ദി, അതൊന്നും അനുവദിക്കാൻ പറ്റില്ല. അതൊക്കെ എങ്ങനെ അംഗീകരിക്കുന്നത്? അയാൾക്ക് പ്രോട്ടോകോൾ പ്രകാരം അത് തെറ്റാണ്. കാരണം ഒരു കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കേന്ദ്രമന്ത്രിസഭയിലെ അംഗമായിരിക്കുന്ന ഒരു മനുഷ്യനെ നന്ദി പറഞ്ഞ് മോശമാക്കുക. ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഒരു പാവം ഷോൺ ജോർജിൻ്റെ പേര് ഒരു 10 പടത്തിലെങ്കിലും നന്ദി കിടപ്പുണ്ട്. പല കാര്യങ്ങളും, പല സുഹൃത്തുക്കളുടെ പടങ്ങൾ, അവർക്ക് നമ്മൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യും. ഇവിടെ ഷൂട്ടിങ്ങിന് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിലൊക്കെ അവർ നന്ദി വെക്കും. അങ്ങനെ എന്തെങ്കിലും നന്ദി വെച്ചതാകാം. പക്ഷെ ആ നന്ദി വെച്ചത് അദ്ദേഹത്തിൻ്റെ ഇമേജ് കൂടെ മോശമാക്കാം. അത് കേന്ദ്രമന്ത്രിസഭയിലിരിക്കുന്ന ഒരാളാണ്. അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം.